അതിനൊക്കെ രസകരമായിട്ടുള്ള 90 മിനിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കളി തീരുമ്പോൾ 90 മിനിറ്റ്. ഈ 90 മിനിറ്റിൽ ഒറ്റ ഷോട്ടോ ടാർഗറ്റ് ഇല്ല, ഒറ്റ ഷോട്ടും ഇല്ല. നോക്ക്, നമ്മൾ കാണുന്നത് വേൾഡ് കപ്പ് ഫൈനലാണ്. ഒറ്റ ഷോട്ടോ ടാർഗറ്റ് ഇല്ല. ഞാൻ റെഡ് കാർഡ് കിട്ടി. എൻസോ ഫെർണാണ്ടസ് പുറത്താവും. എൻസോ ഫെർണാണ്ടസ് പുറത്താവുന്നു. അങ്ങനെ വേൾഡ് കപ്പ് കഴിഞ്ഞു. സ്പെയിൻ ചാമ്പ്യന്മാരായി. ഫൈനലിൽ അർജന്റീനയെ 1-0 സ്പെയിൻ തകർത്തു. ഈ സ്കോർ ഷീറ്റ് നമ്മൾ കാണുമ്പോൾ 1-0. ഓഫ്, ടൈറ്റ് മാച്ച്. ഓഫ്, അർജന്റീന കട്ടക്ക് നിന്നു എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. 1-0 അല്ല ശരിക്കും ജയിക്കേണ്ടത്. കുറച്ച് 3-4 ഗോളുകൾക്ക് ജയിക്കേണ്ടതായിരുന്നു. പക്ഷെ 1-0 ജയിച്ചു. കട്ടക്ക് കളിയെന്നൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. അർജന്റീന വയർത്ത് കളിച്ചു. അത് കളിച്ചിട്ട് വയർത്തതല്ല എന്ന് പറഞ്ഞാൽ കാലിൽ പന്ത് കിട്ടി കളിച്ച് വയർത്തതല്ല, സൂര്യൻ്റെ വെയിൽ തട്ടി വയർത്താണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും അർജന്റീന ഈ വേൾഡ് കപ്പിൽ അണ്ടർ ദി സൺ കളിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ അർജന്റീന കളിക്കുന്നത് അണ്ടർ ദി റൂഫാണ്. അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അർജന്റീന ബാക്കി കളിച്ച എല്ലാ കളിയും അണ്ടർ ദി റൂഫാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലിൻ്റെ അംശം കിട്ടിയിട്ടില്ല. ഫൈനലിലാണ് ആദ്യമായിട്ട് അവർ അണ്ടർ ദി സൺ കളിക്കുന്നത്. അപ്പോൾ അണ്ടർ ദി സൺ കളിച്ചപ്പോൾ അവർക്ക് അല്ലാണ്ട് വേർത്തുണ്ട്, അല്ലാണ്ട് കളിച്ചിട്ട് വേർത്തിട്ടില്ല. പന്ത് കിട്ടണ്ടേന്നേ. 1-0 സ്പെയിൻ ജയിക്കുമ്പോൾ അത് കാണുന്നവർക്ക് വിചാരിക്കുന്നത് കട്ടക്ക് കളിയായിരിക്കും. കട്ടക്ക് കളിയൊന്നും ഇല്ല. പന്ത് കയ്യിൽ കിട്ടണ്ടേ. മെസ്സിയൊക്കെ പന്ത് അവിടെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഞാൻ സ്റ്റാർട്ടിൽ പറഞ്ഞത്, അപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാവും. സ്പെയിൻ 20 ഷോട്ട്, അർജന്റീന വെറും 3 ഷോട്ട്. ഇത് വേൾഡ് കപ്പ് ഫൈനലാണെന്ന് ആലോചിക്കണം. വേൾഡ് കപ്പ് ഫൈനലിൽ 120 മിനിറ്റ് കളിച്ചിട്ട് 120 മിനിറ്റ് കളിച്ചിട്ട് അർജന്റീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആകെ കൂടി അടിച്ചത് 3 ഷോട്ട്. മനസ്സിലാക്കാം, 3 ഷോട്ട് അടിച്ചിരിക്കണം. പിന്നെ 20 ഷോട്ട്സ് സ്പെയിൻ അടിച്ചിട്ടുണ്ട്. 11 ഷോട്ട് ഓൺ ടാർഗറ്റ് സ്പെയിൻ്റെ വക, അതിലൊന്ന് ഗോളാക്കിയിട്ടുണ്ട്. 11 ഷോട്ട് ഓൺ ടാർഗറ്റ്. അർജന്റീനയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 വേൾഡ് ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ഫൈനലിലെ ഷോട്ട് ഓൺ ടാർഗറ്റ് 0. ആലോചിക്കണം, 0. ഓക്കെ, നെക്സ്റ്റ് ഒന്നുകൂടി ഗംഭീരാണ്. 68% ബോൾ പൊസിഷൻ സ്പെയിൻ, വെറും 32% ബോൾ പൊസിഷൻ അർജന്റീന. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് മെസ്സിക്കൊന്നും ബോൾ കിട്ടിയിട്ടില്ല. കാര്യമായിട്ട് അർജന്റീന ടീമിന് ബോൾ കിട്ടിയിട്ടില്ല. അതിന് ഫസ്റ്റേഷൻ മുഴുവനായി തീർത്ത് ചവിട്ടിയിട്ടും കുത്തിയിട്ടും ഉന്തി തള്ളിയിട്ടൊക്കെയാണ്. അതെന്തായാലും പറഞ്ഞേ പറ്റൂ. വെറും 32% ബോൾ പൊസിഷൻ മാത്രമേ അർജന്റീനയ്ക്കുള്ളൂ. അതിൽ കൂടുതലും ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തത് അവരുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആയിരിക്കും. അങ്ങനെ ഒരു 10-11 സേവ് നടത്തിയിട്ടുണ്ട്. പിന്നെ 803 പാസ്, വെറും 445 പാസ് മാത്രമേ അർജന്റീനയ്ക്കുള്ളൂ. 90% പാസ് ആക്യുറസി സ്പെയിൻ്റെ വക. അർജന്റീനയ്ക്ക് 78%. 24 ഫൗള്, അത് സ്പെയിന് മോശമായിട്ടില്ല. 21 ഫൗളുണ്ട്. യെല്ലോ കാർഡ്, 5 യെല്ലോ കാർഡ്. കളിയിലെ ഒറ്റ യെല്ലോ കാർഡും ഒറ്റ റെഡ് കാർഡും സ്പെയിനിനല്ല. പക്ഷെ അർജന്റീനയ്ക്ക് 5 യെല്ലോ കാർഡും 1 റെഡ് കാർഡുണ്ട്. എൻസോ ഫെർണാണ്ടസ്. ആ കഥ പറയുകയാണെങ്കിൽ ചിരിച്ചാവും. എൻസോക്ക് കിട്ടുന്ന ആദ്യത്തെ യെല്ലോ കാർഡ് എങ്ങനെ അറിയും? അത് സ്പെയിൻ്റെ കളിക്കാരൻ ഫൗൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഉന്തിട്ടെന്ന് പറഞ്ഞിട്ട് വീണ് കിടന്നിട്ട് അഡീഷണൽ റഫറിയുടെ മേത്ത് തീർത്തതിനാണ് ഒരു യെല്ലോ കാർഡ് കിട്ടിയത്. അൺനെസസറി ആയിരുന്നു. ഫൈനലാണ്, പ്രശ്നം എല്ലാം അറിയാം. ഇവരുടെ കയ്യിൽ ബോളും ഇല്ല. കിട്ടിയ ബോൾ പോവുകയും ചെയ്തു. അതിൻ്റെ അടിച്ചം തീർത്താണ്. റഫറിയുടെ ആയി പോയി. റഫറി ജസ്റ്റ് ആയിട്ട് യെല്ലോ കാർഡ് എടുത്തു. രണ്ടാമത്തെ ഉറപ്പാണ്. അത് വന്ന് അടിച്ചത് പന്തിനെ ലക്ഷ്യമാക്കിയിട്ടാണോ അടിച്ചത് അതോ അരിച്ചം തീർത്ത് സ്പെയിൻ്റെ കളിക്കാരൻ കൊള്ളട്ടെ എന്നുള്ള അരിച്ചാണ് തീർത്തറിയില്ല. നല്ല അടി അടിച്ചു. അത് യെല്ലോ കാർഡ് തന്നെയാണ്. റെഡ് കാർഡ് കിട്ടി. എൻസോ ഫെർണാണ്ടസ് പുറത്താവും. എൻസോ ഫെർണാണ്ടസ് പുറത്താവുന്നു. അങ്ങനെ എൻസോ ഫെർണാണ്ടസിന്റെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ അതാണ് സ്റ്റാറ്റുകൾ. 5 യെല്ലോ കാർഡ്, 1 റെഡ് കാർഡ് ആക്കി. വേറെ 32% ബോൾ പൊസിഷൻ. ഇത് ഫൈനലാന്ന് ആലോചിക്കണം. വേൾഡ് കപ്പ് ഫൈനലാണ് ഇമാതിരി കളിയെന്ന് ആലോചിക്കണം. വേൾഡ് കപ്പ് ഫൈനലിൽ പിന്നെ 120 മിനിറ്റ് കളിച്ചിട്ട് ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് ഇല്ല. മെസ്സി ഉള്ള ടീമാണെന്ന് ആലോചിക്കണം. ഫൈനലാന്ന് ആലോചിക്കണം. ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് ഇല്ല. 3 ഷോട്ടുകളാണ് 120 മിനിറ്റിൽ പറഞ്ഞത്. അതിനൊക്കെ രസകരമായിട്ടുള്ള 90 മിനിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കളി തീരുമ്പോൾ 90 മിനിറ്റ്. ഈ 90 മിനിറ്റിൽ ഒറ്റ ഷോട്ടോ ടാർഗറ്റ് ഇല്ല, ഒറ്റ ഷോട്ടും ഇല്ല. നോക്ക്, നമ്മൾ കാണുന്നത് വേൾഡ് കപ്പ് ഫൈനലാണ്. ഒറ്റ ഷോട്ടോ ടാർഗറ്റ് ഇല്ല. ഞാൻ രസകരമായൊരു കമൻറ്റ് ഗൂഗിളിൽ കണ്ടു. കമൻറ്റാണോ ഫാക്റ്റാണോ അറിയില്ല. ഗൂഗിളിൽ കണ്ടാണ് 60 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഫൈനലിൽ ഒരു ടീം ഒറ്റ ഷോട്ട് അടിക്കാതെ, ഷോട്ട് ഓൺ ടാർഗറ്റ് പോട്ടെ, ഒറ്റ ഷോട്ട് പോലും അടിക്കാതെ ഫൈനലിന്റെ അവസ്ഥ ആലോചിക്കുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ നാണം കെട്ടി തോറ്റാണ്. ഇതിനൊക്കെ ബെറ്റർ അർജന്റീന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടായിട്ട് തോറ്റിരുന്നെങ്കിൽ പിന്നെ ഒരു അന്തസ്സുണ്ടായിരുന്നു. കാരണം അവരെ മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിനത്. പ്രത്യേകിച്ച് 85 മിനിറ്റിന് ശേഷം അത് ഈക്വലൈസർ അടിക്കുന്നു, പിന്നെ കയറിക്കുന്നു. ആ കളി തോറ്റിരുന്നെങ്കിൽ പിന്നെ ഒരു കളിച്ച് ജയിച്ചു എന്നെങ്കിലും പറയുന്നു. ഇത് നാണം കെട്ടി തോറ്റില്ലേ.
1-0 ജയിച്ച് ആ എമി മാർട്ടിനസോട് നന്ദി പറയേണ്ടി വരും. ചങ്ങായി 10 സേവ് നടത്തിയിട്ടുണ്ട്. ഗോൾ കീപ്പർ എന്നല്ല, അവർക്ക് പിടിപ്പത് പണിയായിരുന്നു അങ്ങേർക്ക്. ഏറ്റവും കൂടുതൽ കളിച്ചത് അങ്ങേരാണ്, എമി മാർട്ടിനസ്. 11-10 സേവ് നടത്തിയിട്ടുണ്ട്. അന്ന് അപ്പുറം ഉനൈസിമോൻ അവിടെ ഊഞ്ഞാല് കെട്ടി ആടി കളിക്കായിരുന്നു. എന്തിട്ടാ ഉനൈസിമോൻ മിക്കവാറും അവിടെ റെസ്റ്റിംഗ് പീരീഡ് ആയിരുന്നു, വെള്ളം കുടിക്കുക റെസ്റ്റിംഗ് പീരീഡ് ആയിരുന്നു. കാര്യമായിട്ടൊരു ഇതൊന്നും വന്നിട്ടില്ല. പിന്നെ ബാക്ക് പാസ് കൊടുക്കുന്ന ബോളുകളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക, തിരിച്ച് സ്പെയിൻ കളിക്കാർക്ക് പാസ് ഇട്ട് കൊടുക്കുക, അതല്ലാണ്ട് ഉനൈസിമോൻ ഒരു പണിയാകുന്നില്ല. പക്ഷേ എമിലിയാനോ മാർട്ടിനസ് അങ്ങനെയുള്ള കാര്യം കൊണ്ടാണ് ഒരു 3-4 ഗോൾ ഒഴിവാക്കി കിട്ടിയത്. ഇല്ലെങ്കിൽ അതും അടിച്ച് കയറിയായിരുന്നു. വളരെ മോശം കളി എന്ന് പറഞ്ഞാൽ വളരെ മോശം കളി. കഴിഞ്ഞ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനായിട്ട് കളിച്ച അർജന്റീനയുടെ കളി കണ്ടതാണ് ഞാൻ. ആ കളി കണ്ട ഞാൻ ഈ കളി കണ്ട അമ്പന്തം വിട്ടുപോയി. പന്ത് കിട്ടണ്ടേ? ഈ മധ്യനിര മാത്രമല്ല, കളി മൊത്തം നിയന്ത്രിച്ച സ്പെയിനാണ്. ഡിസേർവ്, അവർ ഈ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാകുമ്പോൾ ഡിസേർവ്ഡ് ആണ്. നമ്മുടെ ഫ്രാൻസിന് പൂട്ടിയൊരു പൂട്ടിട്ടുണ്ടല്ലോ, അതേപോലെ അന്തസ്സായിട്ട് പൂട്ടി അർജന്റീന ആരാധകർക്ക് പോലും വലിയ വിഷമം ഉണ്ടാവില്ല. കാരണം വിഷമം ഉണ്ടാകാൻ വേണ്ടി അവർ കളിച്ചിട്ടില്ലെന്നേ. അർജന്റീന ഒന്നും കളിച്ചിട്ടില്ല. 32% ബോൾ പൊസിഷൻ. എന്തിട്ട് കാല് കിട്ടാനാണ്? ഒന്നും കാല് കിട്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ബോക്സിൽ വീണാൽ പെനാൽറ്റിക്കെങ്കിലും അപ്പീൽ ചെയ്യണം, ബോക്സിൽ കയറാൻ പറ്റണ്ടേ, ബോൾ കിട്ടണ്ടേന്ന്. റോഡ്രി, പിന്നെ ഫാബിയൻ റൂയിസ്, പിന്നെ ചങ്ങാതിയുടെ പേര് കേട്ടോ അത് പറഞ്ഞു. ചങ്ങാതി ഈ 3 പേരും കൂടിയാണ് കളി നിയന്ത്രിച്ചത്. പിന്നെ ഫാബിയൻ റൂയിസിൽ പിൻവലിക്കുന്നു, ട്രെൻഡിങ് നടക്കുന്നു. പിന്നെ കളിയുടെ വേഗം ഒന്നുകൂടി മൂത്ത് കൂടി. എന്തായാലും ഗോൾ അടിച്ചാളെ കുറിച്ച് പറഞ്ഞല്ലോ. ഫെറാൻ ടോറസാണ് 106-ാം മിനിറ്റിൽ സ്പെയിനിന് വേണ്ടി ആ വിജയ ഗോൾ നേടിയത്. പറഞ്ഞുകൂടി സ്പെയിൻ അടിച്ചു, പക്ഷെ അത് ജസ്റ്റ് ആരോ ഇതിനാണ് ഓഫ് സൈഡായി പോയത്. ഇല്ലെങ്കിൽ 2-0 നാണക്കേട് ഒന്നുകൂടി കൂടിയാണ്. ഇതിപ്പോൾ നാണക്കേട് ഒരു കുറവുമില്ല. അസൽ നാണക്കേടായിട്ട് ഇരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഇതിനേക്കാൾ നാണക്കേട് വേറെ ഇല്ല. ഫൈനലിൽ വേൾഡ് കപ്പ് ഫൈനലിൽ ടീമേ 90 മിനിറ്റിൽ ഒറ്റ ഷോട്ട് പോലും അടിച്ചില്ല. ഒറ്റ ഷോട്ട് നടത്തിയിട്ടില്ല. ആ 0-0 കളി വന്നപ്പോൾ ആ കൂടി 3 ഷോട്ട്, അതിലൊറ്റ ഷോട്ട് നടത്തിയിട്ടില്ല. വളരെ നാണക്കേടുണ്ടാവും. ഇതിനേക്കാൾ ഇംഗ്ലണ്ടായിട്ട് സെമിഫൈനൽ തോറ്റ് പുറത്താവുന്നു. പിന്നെ ഗോൾഡൻ ബോളും ഇല്ല മെസ്സിക്ക്, ഗോൾഡൻ ബൂട്ടും ഇല്ല മെസ്സിക്ക്. ഗോൾഡൻ ബോള് റോഡ്രി, എൻ്റെ മോനെ കിഡ്ലൻ റോഡ്രി ഗോൾഡൻ ബോൾ തൂക്കി, എംബാപ്പെ ഗോൾഡൻ ബൂട്ട് തൂക്കി. കഴിഞ്ഞ ദിവസം കളിയിൽ 2 ഗോൾ അടിച്ചിരുന്നു എംബാപ്പെ. ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് എംബാപ്പെ തൂക്കി. ഗോൾഡൻ ഗ്ലൗസ് ഉനൈ സിമോൺ തൂക്കിയിട്ടുണ്ട്. എമിലിയാനോ മാർട്ടിനസിനോടാണ് ഉനൈ സിമോൺ തൂക്കിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗോൾഡൻ ഗ്ലൗവ് എമി മാർട്ടിനസിനായിരുന്നു, മറന്നിട്ടില്ല. അവർ ആ ബസ് പരേഡിൽ എംബാപ്പയുടെ പാവേനെ വെച്ചിട്ട് കളിയാക്കിയത് ഒന്നും മറന്നിട്ടില്ല. എനിവേ മോശം പെർഫോമൻസ്. ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിച്ച് ലെവലിൽ കളിച്ചത് ഗോൾ കീപ്പറാണ്. ഹാറ്റ്സ് ഓഫ്, വളരെ കഷ്ടപ്പെട്ട് കളിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ മോശം പെർഫോമൻസ് ആണ് അർജന്റീനയുടെ കളിയിൽ നിന്ന്. ഇത് മിക്കവാറും അർജന്റീന ആരാധകർ പോലും സമ്മതിക്കും, വളരെ മോശം പെർഫോമൻസ് ആണ് അവർ കളിച്ചത്. എന്തായാലും സ്പെയിൻ അർഹിച്ചൊരു വേൾഡ് കപ്പ് കൂടി കിട്ടിയിരിക്കുന്നു. 2010 ശേഷം അവർ പിന്നെയും വേൾഡ് കപ്പ് എടുത്തിരിക്കുന്നു. 2010 വേൾഡ് കപ്പ് എടുത്ത് നിയാസ്റ്റ, സാവി ടീംസൊക്കെ, റാമോസ്, എല്ലാ ടീംസും അവിടെ ഉണ്ടായിരുന്നു. റാമോസാണ് അവസാനം വേൾഡ് കപ്പ് അവസാനം കൊണ്ടുപോയി പോളിയത്തിൽ വെച്ചത്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം, സമാധാനം ഉണ്ടാവും. എനിവേ അർജന്റീന ഞാൻ മോശമെന്ന് പറയില്ല. ഈജിപ്തിന് നടത്തിയ കംബാക്ക്, പിന്നെ ഇംഗ്ലണ്ടിന് നടത്തിയ കംബാക്ക്, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അർജന്റീന ആരാധകർ കളിക്കാനായിരുന്നത്. പക്ഷെ ആദ്യം കിട്ടുന്നത് അവരെ താളം തെറ്റിച്ചു. ഗോൾ കിട്ടില്ല. അവർ വട്ടം തിരിയാണ്, അവർ വട്ടം തിരിഞ്ഞിരിക്കുക. പിന്നെ ഈ ലോകകപ്പിലെ മികച്ച യുവതാരം എമർജിംഗ് പ്ലെയർ കുമാർസി. ഈ ഡിഫൻസിനെ കുറിച്ച് പറയാം കേട്ടോ. കുമാർസിയാണ് എമർജിംഗ് പ്ലെയർ. പിന്നെ ഉനൈ സിമോൺ ഗോൾഡൻ ഗ്ലൗസ്, റോഡ്രി ഗോൾഡൻ ബോള്, എംബാപ്പെ ഗോൾഡൻ ബൂട്ട്. മെസ്സിക്ക് സിൽവർ ബോൾ കിട്ടുന്നുണ്ട്, എംബാപ്പയ്ക്ക് ബ്രോൺസ് ബോൾ കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ സ്പെയിനും ഫ്രാൻസും ഒക്കെ പൊക്കി. വേൾഡ് കപ്പും സ്പെയിൻ പൊക്കി. ഇവരുടെ ഡിഫൻസിനെ കുറിച്ച് പറഞ്ഞാൽ ആ കൂടി ഒറ്റ ഗോളാണ് സ്പെയിൻ ഡിഫൻസ് വഴങ്ങി. ആരൊക്കെ നോക്കാം? ലാപോർട്ട, കുബാർസി, യങ് ടാലന്റ് കുബാർസി, പിന്നെ പെഡ്രോ പോറോ, പിന്നെ കുക്കുറയ. ഈ 4 പേരും അതിലോട് മതി ചേർന്നു. അതിൽ കുക്കുറയും പെഡ്രോ പോറയും കയറി കളിക്കും. ബാക്കി കവർ ചെയ്തിരുന്നത് നമ്മുടെ ലാപ്പോർട്ടയും കുബാർസി, റോഡ്രി, ഫാബിയൻ റൂയിസ് ആയിരുന്നു. ക്രെഡിറ്റ് അവർക്ക്. ഡിഫൻസ് കളിച്ചു ഒറ്റ ഗോളാണ്, ഒറ്റ ഗോൾ. 7 ക്ലീൻ ഷീറ്റാണ് വേൾഡ് കപ്പ് ഫൈനൽ ഉൾപ്പെടെ, വേൾഡ് കപ്പ് സെമി ഫൈനൽ ഉൾപ്പെടെ ക്ലീൻ ഷീറ്റ്. ആ കൂടി ഒരു ഗോൾ വഴങ്ങിയത് ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തിനെതിരാണ്. ഉനൈ സിമോൺ വെറുതെയാണ് ഗോൾഡൻ ഗ്ലൗസ്. 7 ക്ലീൻ ഷീറ്റാ. ആ കൂടി ഒറ്റ ഗോള് വഴങ്ങിയിട്ടുള്ളൂ ഉനൈ സിമോൺ. അപ്പോൾ അത് കിടിലൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എന്തായാലും 2010 ശേഷം വീണ്ടും ലോകകപ്പ്, 2024 യൂറോ കപ്പ്, 2026 വേൾഡ് കപ്പ്, 2028 അടുത്ത യൂറോ കപ്പ് അവിടെ തന്നെ പൊക്കാൻ സാധ്യതയാണ്. ഞാൻ കാണും ഇമാതിരി പോക്ക് പോവാണെങ്കിൽ. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും അർജന്റീന ഇതുവരെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ.
എന്തായാലും കഷ്ടപ്പെട്ട് ജയിച്ചു എന്നല്ല സ്പെയിൻ പറയാ, കളിച്ച് സ്പെയിൻ ജയിച്ചു, അന്തസ്സായിട്ട് ജയിച്ചു, അനായാസം ജയിച്ചു. ഇനി അർജന്റീനയുടെ കാര്യം, കളിച്ച് വയർത്ത് തോറ്റു ഇല്ല, കളിച്ചിട്ടില്ല, കളിക്കാൻ ബോൾ കിട്ടിയിട്ടില്ല. ഇനി കൂടുതൽ പറഞ്ഞാൽ വഷളാക്കുന്നില്ല. എനിവേ അർജന്റീന ആരാധകരുടെ ഒരു ആവേശം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു. കാരണം 2022 വേൾഡ് കപ്പ് ഒക്കെയോടുകൂടി അവർക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു 4 വർഷം. അത് ഇന്നത്തോടു കൂടി ഏതാണ്ട് തീരുമാനമാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ വേൾഡ് കപ്പ് കിട്ടുമ്പോൾ ഏത് രാജ്യത്തിനും ആരാധകർക്കും അതൊരു ആവേശം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇത്തിരി അതിൽ കടന്ന ആവേശം പോലെ എനിക്ക് അർജന്റീനയുടെ ഫാൻസിന് തോന്നിയിട്ടുണ്ട്. എന്തായാലും അതൊന്ന് കെട്ടടങ്ങും എന്ന് വിചാരിക്കുന്നു. എന്തായാലും മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. റൊണാൾഡോ, നെയ്മറൊക്കെ അവസാന വേൾഡ് കപ്പ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള തീരുമാനമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എനിവേ മെസ്സി മികച്ച കളിക്കാരനാണ്. കളിക്കാർ തമ്മിലൊന്നും വിഷയം ഉണ്ടാവില്ല, പക്ഷേ ആരാധകർ തമ്മിലാണ് വിഷയം. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പിൻ്റെ ആവേശം കഴിഞ്ഞു. സങ്കടമുണ്ട്, സ്പെയിൻ കപ്പെടുത്തു, അർഹിച്ച ടീം തന്നെ കപ്പെടുത്തതിൽ സന്തോഷമുണ്ട്. എന്തായാലും റഫറീനെ സമ്മതിക്കണം. റഫറി ഒരു പക്ഷഭേദമില്ലാത്ത രീതിയിൽ റഫറിയും കളിച്ചു. അത് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരമാണെങ്കിലും റഫറിയുടെ ക്വാളിറ്റി കാണിച്ചു. ഫൈനലിലാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി റഫറി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെയും കൺഗ്രാജുലേഷൻ ടു സ്പെയിൻ.